5 മിനിറ്റിൽ നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ. അത് സവാള വെച്ചിട്ട് കൂട്ടാത്തിനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ 2 സവാള ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രുചിയാണ്, ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ. സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നിങ്ങൾക്ക് എന്തോരം എടുക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.5 സവാളകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന നമുക്കൊന്ന് ഒരു കത്തി വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടത്തി ഇത് ഫുള്ളായിട്ടൊന്ന് വിടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് വയന്ന് വരാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഒന്ന് അടത്തിട്ട് കൊടുക്കുക. ഇനി നമുക്കത് ഇതുപോലെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് എടുത്ത് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. ചെറിയൊരു ചുള വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് അരിഞ്ഞിട്ടെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ച് കൊടുക്കണം കേട്ടോ. എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വയന്ന് വന്ന് കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില എന്തോരുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വറ്റൽമുളക് എന്തോരാണ് ആവശ്യത്തിന് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു കറിവേപ്പില നമുക്ക് ഇങ്ങനെ കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്, തലമുടി ഒക്കെ നല്ലതാണ്. ഇങ്ങനെ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4 വറ്റൽമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വറ്റൽമുളക് നിങ്ങൾക്ക് എന്തോരം എരിവ് കൂടുതൽ എന്തോരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ചമ്മന്തിക്ക് എന്ന് പറയുമ്പം ചില ആൾക്ക് ഒരുപാട് എരിവ് വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ മുളക് കുറച്ച് കൂടുതൽ ചേർക്കാവേ. ഇനി നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു സവാള ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഒരു ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ, ഒരുപാട് മുരിച്ച് കളയരുത് കേട്ടോ. കാരണം ചമ്മന്തിക്ക് ഒരു കൈപ്രസം വരും. അപ്പം ഒരുപാട് മുരിക്കാൻ നിൽക്കണ്ട. ഒരു ബ്രൗൺ കളറിൽ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രുചി, നല്ല മണമായിരിക്കും ഒരു ചമ്മന്തിക്ക്. ഇനി കുറച്ച് പുളി ഇട്ട് കൊടുക്കണേ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇത് വഴറ്റി വന്ന് കഴിയുമ്പോൾ എന്ന് പറയുമ്പം ഒരു ചെറിയ രീതിയിൽ ഒരു ബ്രൗൺ കളറിൽ ഇതുപോലെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് വിട്ട് ഇതുപോലെ ഒന്ന് വന്നു കേട്ടോ. ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്നും കൂടെ കൊട്ടാട്ടോ. ഈ ഒരു സവാള വഴറ്റിയേക്കുന്ന എണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് ഒന്ന് ഇതിൻ്റെ ജാറിലേക്ക് ഇട്ട് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം വരത്തില്ല കേട്ടോ. നല്ലൊരു ചൂട് കഞ്ഞിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇനി ഇത്തിരി ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുപാട് അരയ്ക്കാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് അടിച്ചാൽ മതി കേട്ടോ. ഒരു 1-2 തവണ ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് അടിച്ചാൽ മതി കേട്ടോ. അപ്പം ഒരുപാട് അടിച്ച് കഴിയുമ്പം സവാള ഇങ്ങനെ അരഞ്ഞു പോകുമല്ലോ. അപ്പം അങ്ങനെ അരഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, ഇതൊന്നും പറയാനില്ല. അപ്പം രാവിലെയൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു പപ്പടം പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്തിടാനായിട്ട് നല്ല ചമ്മന്തിയാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് അതുപോലെ ഒന്ന് എടുത്ത് അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. നല്ല രുചിയാണ്, നല്ല ചൂട് കഞ്ഞിക്കൊപ്പം എടുത്ത് കൂട്ടാൻ പറ്റിയ നല്ല ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ചമ്മന്തി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീട്ടിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം വന്ന് പറയണേ. പിന്നെ ഫോളോ ചെയ്ത് മനസ്സിലാക്കിയാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കില്ല കേട്ടോ.